ഗുഡ് മോർണിംഗ്. മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ഈ വർഷത്തെ ഹൈപ്പർ ടെൻഷൻ ഡേയോടനുബന്ധിച്ചുള്ള തീം എന്ന് പറയുന്നത് മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ് ആൻഡ് ലീവ് ലോങ്ങർ എന്നുള്ളതാണ്. നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക, അതിനെ നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളതാണ്. രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് എന്ന് നമുക്കറിയാം. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അതിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതശൈലിയിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ നമുക്കറിയാം, ഉപ്പ് നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ ചെന്നാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുമെന്ന്. അപ്പോൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക. ഒപ്പം നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ജങ്ക് ഫുഡ്സൊക്കെ ഉപ്പ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ലഭിക്കുക. അതൊക്കെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് കാപ്പിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ ഭക്ഷണ ശീലത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പൊട്ടാസ്യം, കാൽസ്യം ഉൾപ്പെടെയുള്ള ധാതുക്കളാണ്. പൊട്ടാസ്യവും കാൽസ്യം ഉൾപ്പെടെയുള്ള ധാതുക്കൾ രക്തസമ്മർദ്ദം നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് നമ്മളുടെ ശരീരത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് ധാതുക്കളാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ പഴങ്ങൾ, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഒരു ദിവസം ഒരു 30 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 180 മിനിറ്റ് നമ്മൾ ആയാസമായ രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഓട്ടം കൂടുകയും നമ്മളുടെ ശ്വാസോച്ഛ്വാസ റേറ്റ്, നമ്മളുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിട്ട് വരികയും നമ്മളുടെ ഹാർട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ രക്തസമ്മർദ്ദം നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അമിതവണ്ണം നമ്മൾ ഉള്ളവരാണെങ്കിൽ വണ്ണം നല്ല രീതിയിൽ കുറയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അടിവയറ്റിൽ കുടവയറുള്ളവർ, കൊഴുപ്പുകൾ കൂടുതൽ കൂടിയിട്ടുള്ളവരാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുന്നതിനോടൊപ്പം എക്സസൈസുകൾ കൂടുതലായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ അമിതവണ്ണം നിയന്ത്രിക്കുക. അമിതവണ്ണം നിയന്ത്രിച്ച് ഒരു ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. മദ്യപിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മദ്യപാനം ഒഴിവാക്കുക. കാരണം മദ്യം എന്ന് പറയുന്നത് നമ്മളുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനായിട്ട് വലിയ രീതിയിൽ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതേപോലെ തന്നെ പുകവലി നല്ല രീതിയിൽ ഒഴിവാക്കണം. പുകവലി ഒഴിവാക്കിയാൽ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ രക്തയോട്ടം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻഡ് ആകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കൂടുതലായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അത് ഏത് മേഖലയിലാണെങ്കിലും, മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. പരമാവധി നമ്മൾ മാനസിക സമ്മർദ്ദങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ച് പാട്ട് കേൾക്കുക, പുസ്തകം വായിക്കുക, മറ്റെന്തെങ്കിലും വിനോദ ഉപാധികൾ ചെയ്യുക, യാത്രകൾ പോവുക, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് നല്ല രീതിയിൽ സാധിക്കും. മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ കുറച്ചാൽ തന്നെ നമ്മളുടെ രക്തസമ്മർദ്ദം ഒരു പരിധി വരെ വർദ്ധിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഉറക്കം ഉള്ളവരായിട്ട് മാറണം. കാരണം ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മിനിമം 8 തൊട്ട് 10 മണിക്കൂർ വരെ നല്ല ഉറക്കം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഉറങ്ങിയിട്ട് കാര്യമില്ല. കിടക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നല്ല ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നല്ല ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് 8 തൊട്ട് 10 മണിക്കൂർ വരെ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയാൽ നമ്മളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് നല്ല പരിധി വരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും.
അതിനേക്കാൾ ഒപ്പം തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ രക്തസമ്മർദ്ദം പരിശോധിച്ച് നോക്കണം. എത്രത്തോളം നമ്മൾ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ. ഈ ഒരു തവണ നമ്മൾ ബ്ലഡ് പ്രഷർ ഉണ്ടായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് കൺട്രോളായി എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ പിന്നീട് ഇതൊന്നും ചെയ്യാതെ ഇരിക്കരുത്. ഒപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ രക്തസമ്മർദ്ദം കുറയുന്നില്ല, ഒരേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ അവിടുന്ന് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകളും കഴിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു പരിധിവരെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ് ആൻഡ് ലീവ് ലോങ്ങർ. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.